എന്താ ധനപാല സാറേ മിണ്ടാതിരിക്കുന്നത്? എനിക്കൊരു 15 ലക്ഷം രൂപ തരേണ്ടി വരും. 15 ലക്ഷം? തനിക്കെന്താണോ ഭ്രാന്തുണ്ടോ? ധനപാല സാറേ, എനിക്കധികം സംസാരിച്ചിരിക്കാൻ സമയമില്ല. സ്നേഹം ഇല്ലാതാക്കണമെങ്കിൽ എനിക്ക് 15 ലക്ഷം രൂപ കിട്ടിയേ തീരൂ. പതുക്കെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ വിളിച്ചോളാം. ഹലോ ഹലോ ഹലോ. അൺനോൺ നമ്പർ. എന്നതാടൂ താൻ എന്നത്തിന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വല്ല ഇൻഫർമേഷൻ കിട്ടിയോ? എന്നതാടൂ കാര്യം? സർ, സാറൊന്ന് പറഞ്ഞതുപോലെ എന്റെ മോള് അവള് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുക. അതെ സർ, ഞാൻ കേട്ടു. എന്റെ മോളുടെ ശബ്ദം ഞാൻ കേട്ടു. എന്റെ ഈ കാതുകൊണ്ട് ഞാൻ കേട്ടു സർ. എവിടെ എവിടെയാ അവൾ ഉള്ളത്? ആരാണത് ചെയ്തത്? അയ്യർ, ഞാനൊന്ന് സാറിനോട് പറഞ്ഞില്ലേ, ആ നൊട്ടോറിയസ് ക്രിമിനൽ സുബ്രഹ്മണ്യ അയ്യങ്കാർ, അവനാ എന്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തത്. ഓഹോ, എന്നതാ അവന്റെ ഡിമാൻഡ്? അവൻ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ കൂടി കഴിഞ്ഞില്ല സാർ. ഓ, ആ നമ്പര് താൻ നോട്ട് ചെയ്തു? ജസ്റ്റ് അൺനോൺ നമ്പർ എന്ന് മാത്രം എഴുതി വന്നുള്ളൂ സാർ. അവൻ ബുദ്ധിപൂർവ്വം കളിക്കുക. എന്റെ കുഞ്ഞിനെ അവൻ. സാർ, ആലോചിച്ചിരിക്കാൻ സമയമില്ല. നമുക്ക് എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യേണ്ടത് എനിക്കൊരു രൂപമില്ല. സാറെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ശ്യാം, നമ്മളെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. എടുത്തിയാടി പുറപ്പെട്ടാൽ അത് അപകടമാകും. ഒന്നേ പോലീസിൽ ഇൻഫോം ചെയ്താലോ? അത് വേണ്ട സാർ, അത് കൂടുതൽ അപകടമാണ്. അത് എന്നോട് പറയുകയും ചെയ്തു. പിടിക്കപ്പെടുമെന്നായാൽ ഒരുപക്ഷെ അവൻ എന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ പോലും മടിക്കില്ല. ദയോ ദാക്ഷിണ്യമോ തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരു പ്രൊഫഷണൽ കില്ലറാണവൻ. അപ്പൊ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. അവന്റെ അടുത്ത കാലിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും.
വേഗം വാ. ആ സമയം അങ്ങ് പോയി. അച്ഛയ ഒന്നിഞ്ഞു വന്നേ. എന്നതാടി കണ്ടില്ലേ? അതൊക്കെ കണ്ടു. പിന്നെ വേഗം ഒന്ന് വന്നേ, ഒരു കാഴ്ച കാണാനാ. മോളുകുട്ടി സമയം കഴിഞ്ഞേ, മണി 10 അച്ഛ ഇങ്ങോട്ട് വന്നേ, ഒന്ന് വന്നേ, എന്നിട്ട് പോയാ മതി. ഈ നേരം പോയ നേരത്ത് സമയം ഒരുപാടായി. നിനക്ക് എന്തോന്നും മോള് എടിയടി കാന്താരി, നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ പഠിക്കാം. ഇങ്ങോട്ട് ഇറങ്ങടി. എടി ഇങ്ങോട്ട് ഇറങ്ങ. ചുമ്മാ അതിരിക്കടി, കൊച്ചിനെ ശല്യപ്പെടുത്താതെ. മോളിവിടെ എന്തെടുക്കുക? ഞാൻ വക്കീലല്ലേ, ഞാൻ പഠിക്കാം. അയ്യോ, മോളിപ്പോ ഏത് കേസാ പഠിക്കുന്നേ? പറയടോ. ദേ, പപ്പയുടെ കണ്ണട കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തു വെക്കാൻ പോവാ. അതിരിക്കട്ടെ, ഏത് കേസാ വാദിക്കാൻ പോകുന്നെന്ന് മോള് പറഞ്ഞില്ലല്ലോ. ഓഹോ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ ഹലോ. മൈക്കിളോ, വരൂ. ക്ലാര ഇല്ലേ ആന്റി? ക്ലാര ആകെ വിഷമത്തിലായിരിക്കും അല്ലേ? പാവം, എങ്ങനെയാ അവൾ ഇതൊക്കെ സഹിക്കുക? മൈക്കിളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട ആന്റി, ദാഹവും പരവേശമൊക്കെ മനസ്സിനേ ഉള്ളൂ. ഞാൻ ജർമ്മനിയിലേക്ക് മടങ്ങുക ആന്റി. ഇനി നിന്നിട്ടെന്തിനാ അല്ലേ? മൈക്കിൾ പെട്ടെന്ന് എങ്ങനെയൊരു അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുന്നത് വളരെ പെട്ടെന്നല്ലേ ആന്റി? എന്തിനാ ഒരു അപശകുനം പോലെ ഞാൻ ഈ നാട്ടിൽ? വേണ്ട ആന്റി, ഒക്കെ മറക്കാൻ ശ്രമിക്കുക. ആന്റി ക്ലാരയെ ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ ഞാൻ പോയെന്ന് കണ്ടാലോ? ഞാൻ വിളിക്കാം. മൈക്കിളിരിക്കെ. ആ,
മോളെ ഇത്? എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോലും നീ എത്ര ദിവസമായി? എത്രയാന്ന് കരുതിയാ മോളെ മമ്മി ഇത് സഹിക്കുന്നേ? എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ തുടങ്ങും കരച്ചില്. ഞങ്ങൾക്ക് ആർക്കും സങ്കടം ഇല്ലെന്നാണോ? ദേ എനിക്ക് മോളെ വന്നെന്തെങ്കിലും ഒന്ന് കഴിക്കേ. ജീവൻ കിടക്കണ്ടേ? ഇനി ഇങ്ങനെ ജീവൻ കിടക്കുന്നത് എന്തിനാ മമ്മി? എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണമെന്നേ ഉള്ളൂ. അപ്പൊ മോള് വരുമ്പോഴോ? നീ അവക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് തന്നെ? അതിനാരും എന്നെ അനുവദിക്കുന്നില്ലല്ലോ. എന്റെ ജീവിതം തകർന്നു കാണണമെന്നല്ലേ ഉള്ളൂ എല്ലാവർക്കും. അങ്ങനെയൊന്നും പറയരുത് മോളെ. പപ്പയെ നീ വെറുതെ സംശയിക്കുക. പാവം എന്റെ തലയെ തൊട്ട് ആണയിട്ട് പറഞ്ഞതാ. കണ്ണു നിറഞ്ഞോണ്ടാ പറഞ്ഞത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. വരട്ടെ, ഇന്നൊരു ദിവസം കൂടെ കഴിയട്ടെ. എല്ലാരും കൂടി എന്നെ ഇട്ടിങ്ങനെ തീ തീറ്റിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. താഴെ മൈക്കിള് വന്നിരിപ്പുണ്ട്. നിന്നെ കാണണമെന്ന് പറയുന്നു. എനിക്കാരും കാണണ്ട. മൈക്കിള് ജർമ്മനിയിലേക്ക് മടങ്ങി പോവാണെന്ന്. അവന്റെ കാര്യം വലിയ കഷ്ടമാ മോളെ. ദേ നീ ഒന്ന് താഴേക്ക് ചെല്ല്. എന്തിന്? നിന്നെ കാണണമെന്ന് പറയുമ്പോ എനിക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ചെന്ന് പറഞ്ഞേക്ക്. മൈക്കിൾ ഒന്നും വിചാരിക്കരുത്. അറിയാലോ അവളാകെ തകർന്നിരിക്കുക. എന്നെ കാണണ്ടെന്ന് പറഞ്ഞു അല്ലേ ആന്റി? അങ്ങനെയല്ല. മോളെ കാണാതായതിനു ശേഷം ആ മുറി വിട്ട് അവൾ എങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല. ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇക്കണക്കിന് പോയാൽ അവിടെ മാനസിക നില പോലും തകരുമെന്നാ എന്റെ പേടി. ഞാനൊന്ന് അങ്ങോട്ട് പോയി കണ്ടാലോ? വേണ്ട മൈക്കിൾ, അവളെ ഇപ്പൊ കാണാതിരിക്കുന്നതാവും ഭംഗി. ശരിയാ, കണ്ടിട്ട് എന്തു പറയാനാ അല്ലേ? ആന്റി പറഞ്ഞതാ അതിന്റെ ശരി. ഇപ്പൊ കാണാതിരിക്കുന്നതാവും അതിന്റെ ഭംഗി. മൈക്കിളിന് അറിയാലോ, ആ കുഞ്ഞായിരുന്നു അവൾക്കെല്ലാം. ഈ ഒരവസ്ഥയിൽ ക്ലാരയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും. എനിക്കറിയാം ആന്റി, എനിക്കറിയാം. ആന്റി വെറുതെ വിഷമിക്കണ്ട, ഞാൻ ഇറങ്ങാം. മൈക്കിൾ കരുതുന്ന പോലെ ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്കൊരു വിഷമവുമില്ല. ആന്റി ഒരു ഉപകാരം മാത്രം എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ മതി. ക്ലാരെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ആന്റി അവളോടൊന്ന് പറയണം, അത്രമാത്രം മതി. പ്ലീസ് ആന്റി. വരട്ടെ.
ഹലോ ഹലോ, ക്ലാരയല്ലേ? ഞാൻ അയ്യരാണ്. എന്താ ക്ലാരേ, ഒന്നും മിണ്ടുന്നില്ലല്ലോ? പേടിച്ചു? ഓ, സ്നേഹമോളെ കാണാത്തവരുടെ ദുഃഖമുണ്ടാവും അല്ലേ? സ്നേഹമോള് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അയ്യേ, എന്റെ സ്നേഹമോൾ എവിടെ? അപ്പൊ മാഡം എന്നെ മറന്നിട്ടില്ലല്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്റെ കണ്ണുകൾ എപ്പോഴും ആ കുട്ടിയുടെ പുറകെ ഉണ്ടാവുമെന്നോ? അന്ന് ഞാൻ കുറച്ച് കാശ് ആവശ്യപ്പെട്ടു. ക്ലാര ഇത് ചെവിക്കൊണ്ടില്ല. പപ്പയുടെ പിൻബലത്തിൽ എന്നെ പൂച്ഛിച്ചു തള്ളി. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ സ്നേഹമോള്. ക്ലാരയ്ക്ക് സ്നേഹയുടെ കാര്യത്തിൽ തിടുക്കം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദൈവം എന്നോടൊപ്പമാണ് ക്ലാര. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ട് തരില്ലായിരുന്നല്ലോ. എന്റെ മോള്, അവൾ എവിടെയാണ്? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. കാണാമല്ലോ. സ്നേഹ എന്റെ കസ്റ്റഡിയിലുണ്ട്. പേടിക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഞാനൊന്നും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒരുപാട് അവകാശികളുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ സ്നേഹമോൾ. ക്ലാരയും ശ്യാമപ്രസാദും ധനപാലനും. എന്തിനധികം, മൈക്കിള് പോലും കുട്ടി വീണ്ടെടുക്കാൻ വേണ്ടി പരക്കം പായുക. ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ദൈവം എനിക്ക് വെച്ച് നീട്ടിയത്. എനിക്കത് പ്രയോജനപ്പെടുത്തിയല്ലേ പറ്റൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയൂ, എന്താ വേണ്ടത്? എനിക്ക് എന്താണ് വേണ്ടത്? സിമ്പിൾ, സോ സിമ്പിൾ. കുട്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ആവശ്യപ്പെട്ടാലും ശരി, ശ്യാമപ്രസാദ് അതെന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന ക്ലാരയ്ക്ക് അറിയാമല്ലോ. അയ്യർ പറഞ്ഞോളൂ. സ്നേഹമോളെ എനിക്ക് വേണം. അയാളുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത്. ഐ അഗ്രി. ഞാൻ സമ്മതിച്ചു. സ്നേഹമോളെ ക്ലാരയ്ക്ക് തന്നെ തന്നേക്കാം. എനിക്ക് 10 ലക്ഷം രൂപ തരാം. എന്താ ക്ലാരേ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ ഇരട്ടി തരാൻ ശ്യാം തയ്യാറാണ്. വേണ്ട, ഞാൻ തന്നേക്കാം. എന്റെ കുഞ്ഞ്, എന്റെ സ്നേഹമോള്, അവൾ എന്റേതാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാരയുടെ മാത്രം കുഞ്ഞാ സ്നേഹമോൾ. ഇപ്പോൾ അവകാശികൾ ഒരുപാട് പേരുണ്ടെങ്കിലും സ്നേഹയ്ക്ക് താല്പര്യം ക്ലാരമയുടെ. അവരുടെ സ്നേഹം ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. സ്നേഹമോളെ, സ്നേഹമോളെ, ദേ അമ്മ വിളിക്കുന്നു. ക്ലാരമ്മ. അയ്യോ, എന്റെ കുഞ്ഞ്, മാതാവേ. ഹലോ മാഡം, കേട്ടല്ലോ.
ഇനി എന്ത് പറയുന്നു? പ്ലീസ് എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അയ്യോ പ്ലീസ് എന്റെ കുഞ്ഞ്. ഏയ്, ഞാനൊന്നും ചെയ്യില്ല മാഡം, ഒന്നും ചെയ്യില്ല. പിന്നെ ഡിമാൻഡ് ഓർമ്മയുണ്ടല്ലോ, 10 lakhs. ഞാൻ പിന്നീട് വിളിക്കാം. ആ, പിന്നെ ഒരു കാര്യം കൂടി. ജേക്കബ് തരകൻ തന്ത്രശാലി ഒരു വക്കീലാണെന്ന് എനിക്കറിയാം. പപ്പയുമായി ചേർന്ന് എന്തെങ്കിലും തരം താഴ്ന്ന കളികൾ ക്ലാരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പിന്നെ ഒരിക്കലും സ്നേഹമോടെ ജീവനോടെ കാണാമെന്ന് കരുതണ്ട. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ കുട്ടിയെ. അയ്യോ ഹലോ ഹലോ ഹലോ. എന്തൊക്കെ പരീക്ഷണങ്ങളാ എന്റെ മാതാവേ. പറയൂ. ഫോളോ ചെയ്തോളൂ. യാതൊരു കാരണവശാലും മിസ്സാവരുത്. എവിടെയാ പോകുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം. ഇവിടെ നിർത്തിയാൽ മതി. എന്റെ മോള് എന്താ മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാൻ അവളെ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാണോ നീ? മദർ, അതല്ല. എന്റെ മോളെ അയാൾ തട്ടിക്കൊണ്ട് പോയതാണ് ആ അയ്യര്. അയാൾ എന്നെ വിളിച്ചിരുന്നു. അതെ മദർ, അയാൾ അന്ന് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്റെ കുഞ്ഞിനെ അയാൾ പിടിച്ചു വെച്ചിരിക്കുക. സത്യമാണോ ക്ലാരെ? അയാള് എന്തിനാണ് ചെയ്തത്? അയാൾക്ക് എന്താ വേണ്ടത്? അയാൾക്ക് വേണ്ടത് പണമാണ് മദർ. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ കൊടുത്ത എന്റെ കുഞ്ഞിനെ തരാമെന്ന്. ഞാൻ എന്ത് ചെയ്യും മദർ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ വന്നേ. മദർ എന്ത് ചെയ്യാൻ പോവാ? ഇപ്പൊ തന്നെ ഇത് പോലീസിൽ അറിയിക്കും.